ആർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിലേക്കാണ്. അരുൺ സ്മോക്കിയോടൊപ്പമാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നത്. നമ്മൾ അങ്കമാലിയിൽ നിന്ന് ചേരുകയാണ് അരുൺ സ്മോക്കിയോടൊപ്പം. ആലപ്പാട് നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ നടക്കുന്ന സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം കരിമണൽ ഖനനത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന ചൂഷണം നിങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ വീഡിയോയിൽ ഞാൻ പരമാവധി വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണണം, ഷെയർ ചെയ്യണം, എന്നാൽ മാത്രമേ ആലപ്പാട് നടക്കുന്ന ആ സമരത്തിന് പിന്തുണ കിട്ടുകയുള്ളൂ. മുഖ്യധാര ചാനലുകളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ആലപ്പാട്ടുകാരോട് ഒരു പരാതി ഉള്ളത്. ഏകദേശം 1 മണിയോടുകൂടി നമ്മൾ ആലപ്പാട് എത്തുകയുണ്ടായി. ഇപ്പോൾ നമ്മളുള്ളത് അഴീക്കൽ ബീച്ചിനടുത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറത്താണ് ഖനനം നടക്കുന്ന പ്രദേശം, പിന്നെ സമരപന്തലുള്ളത്. അവിടേക്ക് നമ്മൾ ഇവരോടൊപ്പം യാത്ര പുറപ്പെടുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ യാത്രകൾ കാണാം. ഇപ്പോൾ നമ്മൾ ഖനനം നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമ്മൾ കാൽനടയായിട്ട് നടന്നാണ് പോകുന്നത്. ഖനനം നടക്കുന്ന സ്ഥലത്തിനോട് അടുത്തെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം വലിയ ഗർത്തങ്ങൾ പോലുള്ള കുഴികൾ കാണുന്നതാണ്. അതുപോലെ തന്നെ JCB പോലത്തെ യന്ത്ര സാമഗ്രികളും ഇതിനോട് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മീറ്റർ ഗ്യാപ്പ് മാത്രമേ കടലും കായലും തമ്മിലുള്ള അകലമുള്ളൂ. ഇതും കൂടി മണ്ണെടുത്ത് കഴിഞ്ഞാൽ കായലും കടലും കൂടി ഒന്നാകും. ഈ കാണുന്ന കടൽ ഭിത്തി നേരെ അങ്ങേറ്റം വരെ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്രയധികം ഇവിടെ നിന്നുള്ള മണ്ണ് അവർ ഖനനം ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഈ പറയുന്നത്. ഈ കാണുന്നത് മലയൊന്നല്ല. ഇവിടെ നിന്ന് എടുത്ത കരിമണൽ ഖനനം ചെയ്തിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് മണ്ണാണ് ഈ കാണുന്നത്.
ഈ മൺകൂനയുടെ മുകളിലിരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ നിനക്ക് മനസ്സിലാകാമായിരിക്കും ഈ മൺകൂനയുടെ വലിപ്പം എത്രത്തോളമാണെന്ന്. ഒരിക്കൽ ഇവിടെയെല്ലാം ജനവാസമുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇതിവിടുത്തെ സ്കൂളാണ്. 2008 വരെ ഇതിവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. AD 1927 സ്ഥാപിതമായ സ്കൂൾ ഖനനത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായി നശിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനോടനുബന്ധിച്ച് ലൈബ്രറിയും ഉണ്ടായിരുന്നു. ഞാൻ ആലപ്പാട് നിവാസിയാണ്. ഇവിടെ നമ്മുടെ കരിമണൽ ഖനനം തുടങ്ങിയിട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ട്, ഏകദേശം 60 കൊല്ലം ആവുന്നുണ്ട്. ഇത് IRE, KMML എന്നീ 2 സ്ഥാപനങ്ങളാണ്. മെയിനായിട്ട് ആലപ്പാട് പഞ്ചായത്ത് ചെയ്യുന്നത് IRE ആണ്. IRE ഖനനം തുടങ്ങി എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടാണ് ഈ വസ്തു ഏറ്റെടുക്കുകയും ഖനനം തുടങ്ങുകയും 1956 ലിപ്തോ മാപ്പ് പ്രകാരം നമ്മുടെ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഏകദേശം 88 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് ഇന്ന് വെറും 7.5 ചതുരശ്ര കിലോമീറ്ററായിട്ട് ചുരുങ്ങി. എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ 80 ചതുരശ്ര കിലോമീറ്ററോളം നമ്മുടെ വസ്തു നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ആലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും തെക്കറ്റായ വെള്ളനാപുരത്താണ് മൈനിങ് നടക്കുന്നത്. പക്ഷേ കടലിൻ്റെ ഒഴുക്ക് പ്രകാരം ഈ വെള്ളനാപുരത്ത് മൈനിങ് നടക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് അവർ സീ വാഷിംഗ് എന്ന് പറഞ്ഞാൽ കോടതി നിരോധിച്ചിരിക്കുന്ന ഒരു മൈനിങ് സംവിധാനം ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീ വാഷിംഗ് നടക്കുമ്പോഴത്തേക്കും ഈ തെക്ക് ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുന്നത് കൊണ്ട് നമ്മുടെ വടക്ക് ഭാഗത്ത് കരയിടുകയും നമ്മുടെ ഈ പ്രദേശത്തിനും പഞ്ചായത്തിനും പൊതുവെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ മെയിനായിട്ട് തന്നെ ഈ 80 ചതുരശ്ര കിലോമീറ്റർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ ആലപ്പാടെന്ന് പറയുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഓണാട്ടുകരയുടെ ഒരു രക്ഷാ കവചമായിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന് ഈ ഒരു നമ്മുടെ ഓണാട്ടുകരയെ സംരക്ഷിക്കാൻ ഒരു കവചമായിട്ടാണ് പ്രകൃതി കൊടുത്തിരിക്കുന്നത്. ഈ ആലപ്പാട് പഞ്ചായത്ത് നഷ്ടമാകുന്നതോടുകൂടി അപ്പർ കുട്ടനാട് മുതൽ അഷ്ടമുടി വരെയുള്ള തീരങ്ങൾ നഷ്ടപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗോളതാപനം മൂലം ജലനിരപ്പ് കടലിൽ ഉയർന്നുകൊണ്ടിരിക്കുകയും വേലിയേറ്റവും വേലിയിറക്കവും അതിശക്തമാകുകയും ചെയ്യുന്ന സമയങ്ങളിലാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ആലപ്പാട് പഞ്ചായത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് വേലിയേറ്റം വർദ്ധിക്കുകയും പിന്നീട് ഈ നമ്മുടെ കിഴക്കോട്ടുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും കടലുമായി റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത മണ്ണുകളാണ് ഇവിടുത്തെ ഘടന. അപ്പോൾ തീർച്ചയായിട്ടും ആ മണ്ണ് നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ വേലിയേറ്റം വേലിയിറക്കവും അവിടെ താണ നിലങ്ങളിലേക്ക് കയറുകയും 6-7 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വെള്ളം മലിനമായി പോവുകയും ചെയ്യുന്നു. അതേ മെയിൻ പ്രശ്നമായിരിക്കും. പിന്നെ പറയുമ്പോൾ കുട്ടനാട് പോലുള്ള കുട്ടനാട് പോലുള്ള വലിയ പാടശേഖരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടും ആലപ്പാടിന് വേണ്ടി കേരളത്തിലെ എല്ലാ സുഹൃത്തുക്കളും ഞങ്ങൾക്ക് ഒപ്പം നിൽക്കണം. ഇത് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം തന്നെ ഇതാണ്: സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ്. സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ്. അതിനോടൊപ്പം ഞങ്ങൾ കൂടെ ചെയ്യുന്നത് സേവ് കേരള. കാരണം കേരളത്തിനെ സംരക്ഷിക്കേണ്ടത് കേരളത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സേവ് കേരള എന്നൊരു ഹാഷ്ടാഗോടുകൂടിയാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം. ഞങ്ങളുടെ ഇത് ആലപ്പാടിനെ മാത്രം ഒരു പ്രശ്നമല്ല. ഇത് കുട്ടനാടിനെയും കേരളത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് ഞങ്ങളിന്ന് സമരം തുറന്നിട്ട് 67ാം ദിവസമാണ്. റിലേ നിരാഹാര സത്യാഗ്രഹമാണ് നടക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടാണ് ഈ വസ്തു ഏറ്റെടുക്കുകയും ഖനനം തുടങ്ങുകയും 1956 ലിപ്തോ മാപ്പ് പ്രകാരം നമ്മുടെ ആലപ്പാട് ശേഷം അന്നത്തേത് പോലെ അല്ലല്ലോ. ഇപ്പം ടെക്നോളജി ഒരുപാട് വികസിച്ചു. ഇതിനു ശേഷം ഇപ്പൊ JCB വെച്ചൊക്കെ കോരി എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പം ഇവിടെ ഇവിടുത്തെ 1968 ലിപ്തോ മാപ്പ് പ്രകാരം 89.5 ഹെക്ടർ ഉണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്ത് ഇപ്പം വെറും 7.6 ഹെക്ടറായി ചുരുങ്ങിയെങ്കിൽ അത് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഞങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്ന്. ഇവിടെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? അന്ന് അത്രത്തോളം വിസ്തൃതി ഉണ്ടായിരുന്ന ഈ മണ്ണിന്റെ ഇപ്പൊ കായലും കടലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും 15 മീറ്റർ മാത്രമാണ്. അത്രത്തോളം ഞങ്ങളെ ഇവിടുന്ന് ചൂഷണം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞു. ഇവിടെ ഇപ്പം ആലപ്പാട് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരിക്കലും ഇവിടെ കൊണ്ട് മാത്രം തീരില്ല. കാരണം കായലും കടലിനും ഇടയിലുള്ള പ്രദേശമാണ് ആലപ്പാട് എന്ന് പറയുന്നത്. ആലപ്പാട് ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും കായലിന് കടലിനെ കാട്ടി അടിഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആഴമുള്ളതാണ്. അപ്പം ഈ ആഴമുള്ള പ്രദേശത്ത്
ഇത് തമ്മിലുള്ള അടിനിരപ്പ് ലെവലാവാൻ വേണ്ടി പിന്നെയും തീരെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുദ്ധജല തടാകം, നമ്മുടെ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ ഉപ്പ് കലരും, അതുപോലെ അപ്പർ കുട്ടനാടൊക്കെ നശിച്ചു പോകും. അത്തരത്തിലുള്ളൊരവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് ആലപ്പാടിൻ്റെ മാത്രം ശബ്ദമല്ല. ഇന്നിപ്പം 67ാം നിരാഹാര ദിവസമാണ്. പക്ഷേ ഈ 67 ദിവസമായി നടക്കുന്ന ഈ നിരാഹാര സമരം അല്ല ഇതിനു വേണ്ടി നടന്നിട്ടുള്ളത്. ഇപ്പോഴാണ് ഇത് പുറംലോകം എന്നറിഞ്ഞത്. ഇതിനു മുമ്പ് ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും പുറംലോകം അറിഞ്ഞിട്ടില്ല. ഇപ്പം ഈ ഒരു നിരാഹാര സമരം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പലരും അറിയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് അറിഞ്ഞില്ലെന്ന് നടിക്കുമ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മളെ പോലെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ഒരുപാട് പേരോട് നന്ദി പറയുന്നു. പക്ഷേ ഈ 67ാം ദിവസം ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഞങ്ങളെ പിന്നെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടും ഒരു സൈഡ് കൊണ്ട് ഞങ്ങളെ പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും? തടഞ്ഞേ പറ്റൂ. ഇത് ഈ ശാസ്ത്രീയവും അശാസ്ത്രീയവും പറഞ്ഞുമായിരുന്നു. തുടക്കത്തിലെ ശാസ്ത്രീയമായ ഖനനം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം പോവുകയില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഈ നാട് ഒരു തരത്തിലുള്ള മൈനിങ്ങും താങ്ങാനുള്ള ശേഷി ഇവിടെ ഇല്ല. ഞങ്ങൾക്കിവിടെ തിരിച്ച് കിട്ടിയേ പറ്റൂ. ഒരു തരത്തിലുള്ള മൈനിങ്ങും ഇനി ഇവിടെ നടത്താൻ പറ്റത്തില്ല. അങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നേടുന്ന വികസനം ആരാ അനുഭവിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളല്ലേ. ഈ ജനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് വേണം ഇവിടുത്തെ വികസനം. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം അതാണ്. കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ നിരന്തരം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ യുവത്വം ഈ സമരത്തെ ഏറ്റെടുത്തു എന്നുള്ള കാര്യത്തിൽ കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹം, കേരളത്തിലെ ആർക്കും വിലക്കെടുക്കുവാൻ കഴിയാത്ത ചെറുപ്പക്കാർ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ സമരത്തിൻ്റെ ഭാഗമാകാത്തത് മാധ്യമങ്ങളാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴും ഈ സമരത്തോട് അറച്ചു നിൽക്കുകയോ മടിച്ചു നിൽക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. രണ്ടാമതായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകൂടമായിട്ട് നിൽക്കുന്നവർ, ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ അല്ലെന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായവർ അല്ലെങ്കിൽ ചാനലുകൾ, ഇവരെയെല്ലാം സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒക്കെ തന്നെ ഈ സമരത്തെക്കുറിച്ച് സുവ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്ന പോലെ 66 ദിവസമായി ഇവിടെ സമരപ്പന്തലിൽ സമരം നടക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ സമരം പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള സമരമാണ്. 1992 ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് ഇപ്പോൾ IREയും KMMLും ഖനനം നടത്തുന്നതിന് സമാനമായ രീതിയിൽ ഉത്തരഭാഗത്ത് ഖനനം നടത്തുവാനായിട്ട് കെംപ്ലാസ്റ്റ് എന്നും റെന്നിസൺ ഗോൾഡ് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര കമ്പനികൾ ഇവിടേക്ക് കടന്നു വരികയും ഖനനം നടത്തുവാനുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തപ്പോൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ ഇന്നത്തെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മുതിർന്നവർ ദിവസങ്ങളോളം സമരം വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ കമ്പനികൾ പൂട്ടിപ്പോയത്. അന്നങ്ങനെ പൂട്ടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് സേവാലപ്പാട് സ്റ്റോപ്പ് മൈനിങ് എന്ന പേരിൽ ഈ ഇവിടെ ഒരു സമരം നടക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഈ പഞ്ചായത്ത് തെക്കുന്നും വടക്കുന്നും കോരുകയായിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് ഇല്ലാതായി പോകുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 2004 ഡിസംബർ 26 സുനാമി വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 143 പേർ കൊല്ലപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആലപ്പാട് പഞ്ചായത്തിൽ സുനാമി അടിച്ചത് അല്ലെങ്കിൽ സുനാമി വന്നത് ഒരു ഇന്തോനേഷ്യയിലെ ഭൂകമ്പം കൊണ്ടാണ് നമുക്കെല്ലാം അറിയാം. പക്ഷേ 143 പേർ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ 143 പേർ കരിമണൽ ഖനനത്തിൻ്റെ ഫലമായിട്ട് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് ഞങ്ങൾ പറയുന്നു. അത് കൃത്യമായി സോളിഡ് എവിഡൻസോടുകൂടി. കാരണം കേരളത്തിൻ്റെ തീരദേശ മേഖലയെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പരവൂർ പോലെ, ഇരവിപുരം പോലെ, താന്നി പോലെ, പൂന്തുറയും പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ എപ്പോഴും കടൽക്ഷോഭം ഉണ്ടാകുന്നതാണ്. ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന ഒരു പ്രദേശത്തും ഒരു മനുഷ്യൻ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇതിന് തെക്ക് 150 കിലോമീറ്റർ അപ്പുറത്ത് സൈമൺ കോളനി എന്നും മണവാളൻ കുറിച്ചി എന്നും പേരുള്ള 2 സ്ഥലങ്ങളിലാണ് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ആൾക്കാർ മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലും കരിമണൽ ഖനനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഭരണകൂടം ഞങ്ങളുടെ നാട്ടിലുള്ള 143 സഹോദരങ്ങളെ കൊല്ലുകയായിരുന്നു എന്നാണ് ഞങ്ങൾ പുനർവായന നടത്തുന്നത്. ഇപ്പോൾ ഇനിയും ഞങ്ങൾ ഈ സമരവുമായിട്ട് മുമ്പോട്ട് തന്നെ പോകും. ഇപ്പോൾ ഇന്നൊക്കെ ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. 24 ന്യൂസിനെ പോലെ, മീഡിയ വണ്ണിനെ പോലെയുള്ള ചാനലുകൾ ഏറ്റെടുത്തു. അപ്പോൾ ഈ ചാനലുകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഈ സമരത്തിൻ്റെ ചർച്ചയിലേക്കൊക്കെ വരുന്ന ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ന് അഭിപ്രായപ്പെട്ടത് ഇവിടെ പുലിമുട്ടുകൾ ഉണ്ടാവും, പുലിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ സമരത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം പുലിമുട്ടല്ല. പുലിമുട്ടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ ഒരു ശാസ്ത്രീയമായ തീരസംരക്ഷണമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. വിഴിഞ്ഞം ഭാഗത്ത് പുലിമുട്ടുണ്ടായതുകൊണ്ട് ശംഖുമുഖം പോലെയുള്ള അതിവിശാലമായിട്ടുള്ള കേരളത്തിൻ്റെ ബീച്ചുകൾ ഇല്ലാതായി പോയതാണ്. പുലിമുട്ടുണ്ടാകുമ്പോൾ പുലിമുട്ടിൻ്റെ തീരത്തേക്ക് വന്ന് വീഴുന്ന മണലെന്ന് പറയുന്നത് കടൽ കൊണ്ടിടുന്ന മണ്ണല്ല.
മറിച്ച് വടക്ക് ഭാഗത്തു നിന്നുള്ള മണലായിരിക്കും തെക്ക് വശത്തേക്ക് കൊണ്ടിടുന്നത്. ഇത് കേരളത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പുലിമുട്ടിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെടുത്തിയോ അല്ലെങ്കിൽ ഭീഷണിയിൽപ്പെടുത്തിയോ ഇതിൽ നിന്നെങ്ങാനും പിന്തിരിപ്പിക്കാവുന്ന ആരെങ്കിലും കണ്ടാൽ അത് ദിവാസ്വപ്നങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളെപ്പോലെ കടന്നു വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ പിന്തുണ ഈ ജനകീയ സമരത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഈ സമരം മുമ്പോട്ട് പോകും. അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ പാരിസ്ഥിതിക നിയമങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് നടക്കുന്ന ഈ ഖനന പ്രക്രിയ, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് മറ്റൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമ്പൂർണ്ണമായ നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, ഖനന മേഖലയെ ഇല്ലാതാക്കിക്കൊണ്ട്, ഖനനത്തിൻ്റെ പേരിൽ ഒരു നാടിനെ ഇല്ലാതാക്കിക്കൊണ്ട്, പ്രളയ കാലഘട്ടത്തിൽ 54 വള്ളങ്ങളിൽ പോയി 425 പേര് പോയിട്ട് 10,000-കണക്കിന് നമ്മളുടെ സഹോദരങ്ങളുടെ ജീവനെ കൈപിടിച്ചുയർത്തിയ, തുഴയെറിഞ്ഞ് കേരളത്തെ തിരിച്ചു പിടിച്ചൊരു സമൂഹം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ജനിച്ച മണ്ണിൽ ജീവിക്കണം. ഇന്ന് ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളതാണ്, തുല്യത എന്ന് പറയുന്ന അവകാശം. ഞങ്ങളിവിടെ പറയുന്നു റൈറ്റ് ടു ലീവ്, ജീവിക്കുവാനുള്ള ഫണ്ടമെന്റൽ റൈറ്റിന് വേണ്ടി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് വേണ്ടി, ഭരണഘടനാ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമരത്തിലേക്ക് ഒരിക്കൽ കൂടി ഇത് കാണുന്ന ഇവിടുത്തെ ഈ കേരളത്തിലെ പ്രബുദ്ധരായ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ സമരത്തിലേക്ക് കടന്നു വരണം. ഈ സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏത് സമരത്തെയും പോലെ കീഴാറ്റൂരിലും കിനാലൂരിലും IOCയിലും കൂടംകുളത്തും ഒക്കെ സമരത്തിൽ നിന്ന് ആൾക്കാരെ അധിക്ഷേപിച്ചതുപോലെ ഞങ്ങളെയും അധിക്ഷേപിക്കുന്നുണ്ട്. വികസന വിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്. ഞങ്ങൾ പറയുന്നു, രാജ്യത്തിൻ്റെ നിയമത്തെ ഇല്ലാതാക്കുന്ന ഈ രാജ്യദ്രോഹികൾക്കെതിരെയുള്ള ഒരു നാടിൻ്റെ സമരമാണ്. ഈ നാടില്ലാതായി പോയാൽ, ഏറ്റവും പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ ഈ കരിമണൽ ഇല്ലാതായി പോയാൽ, ഓണാട്ടുകര മുതൽ അപ്പർ കുട്ടനാട് മുതൽ ഓണാട്ടുകര ഭൂപ്രദേശം ഉൾപ്പെടെ അഷ്ടമുടി ഉൾപ്പെടെ 100 കിലോമീറ്റർ ഭൂപ്രദേശം ഇല്ലാതാകും. ഇത് മുഴുവൻ കടലിൻ്റെ അടിയിലായി പോകുന്ന ഒരു വലിയ സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിന് താങ്ങാനാകില്ല. ഇനിയൊരു പ്രളയത്തിന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ, മാത്രമല്ല ഈ പുലിമുട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ തീരം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ നാച്ചുറലായ കരിമണൽ കുന്നുകൾ ഇല്ലാതായി പോയപ്പോൾ കിഴക്ക് നിന്നും കൊണ്ടുവന്നിടുന്ന വലിയ വലിയ പാറകൾ കടൽ ഭിത്തികളായിട്ടും പുലിമുട്ടുകളായിട്ടും ഇടുന്നത് കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം കൂടിയാണ് പ്രളയത്തിലേക്ക് പോലും നയിക്കുന്നതെന്ന് ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരും അറിയണം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് പാരിസ്ഥിതികമായ സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഈ അതിജീവന സമരത്തിലേക്ക് കേരളത്തിൻ്റെ വിവിധ പ്ലാനിങ് ആയിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒരു സ്റ്റോറി, ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇത്രത്തോളം കൂട്ടുകാരന്മാരിവിടെ വന്നത്. ശരിക്കും നമുക്കൊരു 65,000-ഓളം മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ബൈക്ക് ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഏകദേശം 1.5 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏകദേശം 82,000-ഓളം ഫോളോവേഴ്സ് ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇട്ടുകൊണ്ടാണ് ഇത്രയും കൂട്ടുകാർ നമുക്ക്. അതായത് കൊല്ലം, മലപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ 1-2 പേര് വന്നിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ഈ ആലപ്പുഴ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊന്ന് ഒരാഴ്ച മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നതിൻ്റെ ഒരു 10 ഇരട്ടി ആൾക്കാർ ഉറപ്പായിട്ട് വന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ തൃശ്ശൂർ ഇതേപോലെ ഒരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെ ബൈക്കോടൊക്കെ സ്ഥലമില്ലാണ്ട് അവസാനം നമ്മൾ 4 മണി വരെയുള്ള മീറ്റപ്പ് 3 മണിക്ക് അവസാനിപ്പിക്കുക ചെയ്തത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. എന്തെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തതാണ്. ഏകദേശം 6 മാസത്തോളമായിട്ട് ഇത്ര ഫോളോവേഴ്സ്, അതേപോലെ തന്നെ ഇത്ര നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ കൂടെ ഒരു കമ്മ്യൂണിറ്റി, പുതുതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കും. ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും ആരെങ്കിലും നമ്മുടെ അടുത്ത് നമ്മുടെ സഹായം ആവശ്യപ്പെടാൻ വെച്ചാൽ നമ്മൾ ഇനിയും തുടർച്ചയായിട്ട് അവരുടെ മുന്നിൽ പോകാൻ തയ്യാറാണ്. ഈ സമരത്തിന്റെ ഭാഗമായി ഇനി നിങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇത്രത്തോളം പേരുണ്ടാവും എന്നറിയില്ല. എന്തായാലും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആലപ്പുഴ അടുത്തുള്ള കാട്ടിൽ മേക്കാതിൽ എന്നൊരു ദേവീക്ഷേത്രത്തിലെ ഒരു വഴിപാടാണ്. ഇവിടെ 7 മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കും എന്നാണ് ഈ ദേവീക്ഷേത്രത്തിലെ വിശ്വാസം. കാട്ടിൽ മേക്കാതിൽ ദേവീക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.